യെസ്, പല സർക്കാർ സ്ഥാപനങ്ങളിലും നിയമനങ്ങൾ ചട്ടവിരുദ്ധമായി നടക്കുന്നതായി നമുക്കറിയാം. എന്നാൽ ഒരു സ്ഥാപനത്തിൽ 90%-ലധികം നിയമനങ്ങൾ അത് ചട്ടവിരുദ്ധമായി നടക്കുക. അത്തരമൊരു വാർത്തയാണ് KMSCL നിന്ന് വരുന്നത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ താൽക്കാലിക നിയമനങ്ങളിലാണ് 90%-വും ചട്ടവിരുദ്ധമെന്ന ലേബർ ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. KMSCL ആസ്ഥാനത്തെ 170 താൽക്കാലിക നിയമനങ്ങളിൽ 151 ചട്ടലംഘനം നടന്നു എന്നാണ് കണ്ടെത്തൽ. നിയമനങ്ങൾ നടത്തേണ്ടത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എന്ന ചട്ടം പോലും പാലിച്ചിട്ടില്ല. സ്ഥാപനം നേരിട്ടാണ് 151 പേർക്കും കരാർ നിയമനം നൽകിയത്. KMSCL MDക്കും എംപ്ലോയ്മെന്റ് ഡയറക്ടർക്കും സമർപ്പിച്ച റിപ്പോർട്ട് മീഡിയ വണ്ണിന് ലഭിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. യെസ്, ഗോപാൽ ശിലാസനലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, KMSCL നടന്നിരിക്കുന്ന താൽക്കാലിക നിയമനങ്ങൾ അത് 90%-വും ചട്ടവിരുദ്ധം. സാധാരണയായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാറ്. പക്ഷേ അതുപോലും മറികടന്ന് സ്ഥാപനം നേരിട്ട് നടത്തിയെന്ന് പറയുമ്പോൾ വലിയ ചട്ടവിരുദ്ധം മാത്രമല്ല, ഒരു അഴിമതിയും നടന്നേക്കാമെന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഗോപാൽ? ജിൽസി, സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥാപനമാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം. ആരോഗ്യ മേഖലയിലെ എല്ലാത്തരം ക്രയവിക്രയങ്ങളും ഇടപെടലുകളും എല്ലാം തന്നെ ഈ സർക്കാർ സ്ഥാപനം മുഖേനയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ സ്ഥാപനത്തിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ KMSCLലെ നിയമനങ്ങളെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉയർന്നു വന്നിരുന്നു. മന്ത്രി വീണ ജോർജ് തന്നെ നിയമസഭയെ അടക്കം അറിയിച്ചിരുന്നു ഇത്തരത്തിൽ ചില നിയമനങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന തരത്തിൽ നിയമസഭയിൽ മറുപടി അടക്കം നൽകിയിരുന്നു. ഇപ്പോൾ ആ കണക്കുകൾ പ്രകാരം ജില്ലാ ലേബർ ഓഫീസർ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. ഈ വാർത്ത ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ പരിശോധന നടക്കുന്നത് തന്നെ ഇത്തരത്തിൽ പല സംവരണ മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തണമെന്ന തരത്തിലേക്കുള്ള ആവശ്യങ്ങളുമൊക്കെ ശക്തമായ പശ്ചാത്തലത്തിലായിരുന്നു. ജില്ലാ ലേബർ ഓഫീസറാണ് KMSCLന്റെ ആസ്ഥാനത്ത് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ആകെ മൊത്തത്തിൽ 170 താൽക്കാലിക ജീവനക്കാരാണ് KMSCL ആസ്ഥാനത്ത് മാത്രം ജോലി ചെയ്യുന്നത്. ഈ ജോലി ചെയ്യുന്ന 170 പേരിൽ 151 പേരും ചട്ടവിരുദ്ധമായി നിയമനം നേടിയവരാണ് എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. അതായത് ഏകദേശം 90% പേർക്ക് നിയമനം നടത്തിയതിൻ്റെ യാതൊരു രേഖകളോ അല്ലെങ്കിൽ അവരുടെ നിയമപരമായ നിയമനം നടത്തിയെന്ന് തെളിയിക്കാൻ തക്ക യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ ജില്ലാ ലേബർ ഓഫീസർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് KMSCL MDക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന എംപ്ലോയ്മെന്റ് ഡയറക്ടർക്കുമാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏതാനും നിയമനങ്ങൾ മാത്രമാണ്, അതായത് വിരലെണ്ണാവുന്ന നിയമനങ്ങൾ മാത്രമാണ് ചട്ടം പാലിച്ച് നടത്തിയിട്ടുള്ളത്. ബാക്കിയെല്ലാം CNV ആക്ടിന്റെ ലംഘനമാണ് എന്നുള്ളതാണ്. CNV ആക്ട് എന്ന് പറഞ്ഞാൽ കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് 1956 എന്ന ആക്ടാണ്. ഈ ആക്ട് പ്രകാരം സർക്കാർ സ്ഥാപനങ്ങൾ, അതായത് സർക്കാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി, കോർപ്പറേഷൻ മുതൽ എല്ലാത്തരം സ്ഥാപനങ്ങളിലും താൽക്കാലിക നിയമനം നടത്തണമെങ്കിൽ അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ആയിരിക്കണം എന്നതാണ്. എന്നാൽ ഈ CNV ആക്ടിന്റെ നഗ്നമായ ലംഘനമാണ് ഇത്തരത്തിൽ ഈ 151 നിയമനങ്ങളിലും നടന്നിരിക്കുന്നത്. ഇതിൽ ചിലതിലൊക്കെ പത്രപരസ്യം കൊടുത്ത് സ്ഥാപനം നേരിട്ട് കരാർ നിയമനം നടത്തിയിരിക്കുന്നു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു ചിലവിൽ പത്രപരസ്യം പോലും കൊടുക്കാതെ സ്ഥാപനം നേരിട്ട് തന്നെ കരാർ നിയമനം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് CNV ആക്ടിന്റെ ലംഘനം നടന്നിരിക്കുന്നുവെന്ന് പറയുന്നതും. കൂടാതെ തന്നെ ഇതിൽ പലതരത്തിൽ നിയമിക്കപ്പെട്ട ആൾക്കാരുണ്ട്. കുടുംബശ്രീ മുഖേന നിയമിതരായ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാർ മുതൽ അവർ 15 വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 10-ൽ കൂടുതൽ വർഷത്തിൽ ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട്. അത്തരത്തിൽ കുടുംബശ്രീ മുഖേന നിയമിതരായി ഇപ്പോഴും ജോലിയിൽ തുടരുന്നവർ, കരാർ അടിസ്ഥാനത്തിൽ സ്ഥാപനം പല മാർഗങ്ങൾ മുഖേന നിയമനം നൽകിയവർ എന്നിങ്ങനെ പലതരത്തിൽ നിയമനം നേടിയവർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നതാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ വരെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിപ്പോർട്ടിൽ അവസാനം പരാമർശിക്കുന്നുണ്ട്, ഇത്തരത്തിൽ എംപ്ലോയ്മെന്റ് ഡയറക്ടർക്ക് നൽകുന്ന ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്, ഈ നിയമനങ്ങളെല്ലാം തന്നെ ചട്ടവിരുദ്ധമാണ് എന്നും അതുകൊണ്ട് തന്നെ ഇവരെ നിയമനം റദ്ദാക്കിയിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് നിയമനം നൽകണം എന്നുള്ളതടക്കം പറയുന്നുണ്ട്. എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ പുറത്തിറങ്ങിയ റിപ്പോർട്ടിന്മേൽ ഇപ്പോഴും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്
എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ 6 മാസം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയോ ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം നിയമനം നടത്താനുള്ള ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിൽ വലിയ തരത്തിലേക്കുള്ള തിരിമറികൾ നടക്കുന്നു എന്നതാണ് ഈ പരാതിക്കാർ ഉന്നയിക്കുന്ന ആരോപണം. എന്തായാലും KMCL പോലെയൊരു സ്ഥാപനത്തിൽ അത് ആസ്ഥാനത്ത് മാത്രം നടത്തിയ പരിശോധനയിൽ ഇത്ര വലിയ ചട്ടലംഘനങ്ങൾ ഉണ്ടായിരിക്കുന്നു. കാരുണ്യ മെഡിക്കൽ സ്റ്റോറുകൾ മുതൽ ലബോറട്ടറികളെ വരെ നിരവധി സ്ഥാപനങ്ങളാണ് KMCL കീഴിൽ പ്രവർത്തിക്കുന്നത്. അവിടെയെല്ലാം 1000-ലധികം ഇത്തരം ജീവനക്കാർ, താൽക്കാലികമായി ജോലി ചെയ്യുന്ന ജീവനക്കാരുമുണ്ട്. ഈ ജീവനക്കാരുടെ എല്ലാം നിയമനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ എത്രത്തോളം ഇത്തരത്തിലുള്ളവർ കയറി കൂടിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ വ്യക്തമാകുമെന്നും പരാതിക്കാർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഗോപാൽ, എന്തായാലും KMSCL-ലെ താൽക്കാലിക നിയമനങ്ങളിലാണ് 90% ചട്ടവിരുദ്ധമാണ് എന്ന് ലേബർ ഓഫീസറുടെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ സമർപ്പിച്ചെങ്കിലും ഇതുവരെ നടപടിയായിട്ടില്ല എന്നുള്ളതാണ്. താൽക്കാലിക നിയമനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും താഴെത്തട്ടിലുള്ള നിയമനങ്ങളാണ് മനസ്സിൽ വിചാരിക്കുകയെങ്കിൽ ഉയർന്ന പദവികളിൽ പോലും ഇത്തരം താൽക്കാലിക നിയമനങ്ങൾ ചട്ടവിരുദ്ധമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയല്ലാതെ സ്ഥാപനം നേരിട്ട് നടത്തിയ നിയമനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ വാർത്ത ഞങ്ങൾ പൊതുജന സമക്ഷം വെക്കുകയാണ്, സർക്കാരിന് മുന്നിൽ വെക്കുകയാണ്. നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. എന്ത് നടപടി ഉണ്ടാകുമെന്ന് നോക്കിക്കാണാം. ഗോപാൽ ശീലാസനലാണ് വിവരങ്ങൾ നൽകിയത്.